അസ്സലാമു അലൈക്കും. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മയോണൈസ് ആയിട്ടാണ്. മുട്ടയൊന്നും ചേർക്കാതെ നല്ല കട്ടയായ പാല് കൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് 1/2 കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രീസറിൽ വെച്ച പാലാണിത്. 1/2 കപ്പ് പാല് ഞാൻ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു 2 വെള്ളുള്ളി അല്ലി ഒന്ന് ചതച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നല്ലോണം ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ സുർക്ക, 1/4 ടീസ്പൂണ് പഞ്ചസാര ഇത്തിരി മതി, എന്നാൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി കുറേശ്ശെ ഓയിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് അടിച്ചെടുക്കുക. ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് അടിച്ചെടുക്കുക. കുറേശ്ശെ കറക്കിയെടുത്താൽ മതി. നല്ല അടിപൊളി മയോണൈസ് ഇട്ട് കുറുകി വരും. അപ്പോൾ അത് വല്ലാതെ കുറുകിയിട്ടില്ല. ഇനി ഒന്നുകൂടി അടിച്ചെടുക്കുക. പിന്നെ 2-3 പ്രാവശ്യം അങ്ങനെ അടിച്ചെടുത്താൽ മതി. ആ ഓയിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് അടിച്ചെടുക്കുക. അപ്പം ഞാൻ 2-3 പ്രാവശ്യം ഓയിലിങ്ങനെ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്ത് അടിച്ചെടുത്തതാണത്. നല്ല കുറുകി വന്നിട്ടുണ്ട്. നല്ല പാകമാണ്. ഉപ്പും പുളിയും വെള്ളുള്ളിൻ്റെ ആ ടേസ്റ്റും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ കേട്ടോ. ഞാൻ മന്തിക്കാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മക്കൾക്ക് പേരക്കുട്ടികൾക്കൊക്കെ ഇഷ്ടം തന്നെയാണ്. സോസും ഇതുമാണ് ഞാൻ ഉണ്ടാക്കിയത്. തക്കാളി സോസ് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക് ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.